വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുകയാണ് INL. ഇതവർ തുറന്നു പറയുകയും ചെയ്തു. ഇതിനായി LDFിൽ സീറ്റ് ആവശ്യപ്പെടുമെന്നാണ് മുൻ മന്ത്രിയും INL സംസ്ഥാന പ്രസിഡന്റുമായ അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞിരിക്കുന്നത്. എവിടെ മത്സരിക്കണമെന്ന കാര്യം മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കുന്നുണ്ട്. കോഴിക്കോട് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നാണ് INL സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമെന്നും നേതാവ് എടുത്തു പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നേടിയ ഇടതുമുന്നണി INLന് 2.5 വർഷം മന്ത്രിസ്ഥാനം നൽകിയിരുന്നു. 2 ആഴ്ച മുൻപാണ് LDFിലെ മുൻധാരണ പ്രകാരം അഹമ്മദ് ദേവർകോവിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചത്. പാർട്ടി രൂപീകരണം മുതൽ കേരളത്തിൽ 25 വർഷക്കാലം LDFിനൊപ്പമാണ് INL തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2019 ഔദ്യോഗികമായി LDF ഘടകകക്ഷിയായി INLനെ തെരഞ്ഞെടുത്തത്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് 2021 രണ്ടാം LDF സർക്കാരിൽ INLന് ആദ്യമായി മന്ത്രിസ്ഥാനം ലഭിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സീറ്റ് ആവശ്യപ്പെടുമെന്ന് INL ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് സൗത്ത്, കൊടുവള്ളി, ഗുരുവായൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ INLന് ഭേദപ്പെട്ട സ്വാധീനമുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ INLന് ലോക്സഭാ സീറ്റ് അനുവദിക്കാൻ സാധ്യത കുറവാണ്. സാധാരണഗതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിൽ നിന്ന് CPMഉം CPIയുമാണ് മത്സരിക്കുന്നത്. 2019 ഇങ്ങനെയായിരുന്നു സീറ്റ് വിഭജനം. CPM 16 സീറ്റിലും CPI 4 സീറ്റിലുമാണ് മത്സരിച്ചത്. എന്നാൽ ഇത്തവണ കേരള കോൺഗ്രസ് Mന് ഒരു സീറ്റ് നൽകേണ്ടി വരും. ഇതുകൂടാതെ മറ്റു കക്ഷികൾക്ക് സീറ്റ് നൽകാൻ സാധ്യത കുറവാണ്. അതേസമയം ലോക്സഭാ സീറ്റ് നിരസിക്കപ്പെട്ടാൽ INL അധിക നിയമസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചേക്കും. 2021 മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ INLന് വോട്ട് സമാഹരിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം INLനുണ്ടായ പിളർപ്പ് പാർട്ടിക്ക് തിരിച്ചടിയാണ്. ഇത് ചൂണ്ടിക്കാട്ടി അധിക നിയമസഭാ സീറ്റ് എന്ന ആവശ്യവും മുന്നണി തള്ളാനാണ് സാധ്യത.